ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പാർട്ട് സെക്കൻഡ് ഓഫ് ലോങ് വീഡിയോ. നമ്മൾ ലോങ് വീഡിയോ ഇപ്പോൾ ഷോർട്ടായിപ്പോയി. ഷോർട്സിൽ ഞാൻ താത്തു കൊടുത്തു ഗൈസ്, അറിയാതെ അങ്ങനെ ഷോർട്സ് ആയാണ് ഇട്ടിട്ടാണ് അത് ഉറപ്പായിട്ടും കാണും ഗൈസ്. അപ്പം നമ്മൾ ഫെഫീനെയും പെപ്പാനെയും കുറിച്ചല്ലേ ഫെഫിയില്ലേ, എനിക്കൊരു തത്ത ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഫിഫി, ദിസ് ഈസ് ഫിഫി, ദിസ് ഈസ് ഫിഫി. എൻ്റെ പേരറ്റ് കോക്ടെയിലാണേ, കോക്ടെയിലാണേ. ഇത് ഇതിൻ്റെ കൂടെ രണ്ടെണ്ണം വാങ്ങിച്ചു, ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും. പക്ഷേ ഫീമെയിൽ ചത്തുപോയി, ഫീമെയിലല്ല മെയിൽ ചത്തുപോയി, ഫീമെയിലാണ് ഇപ്പോൾ ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ പേര് പെപ്പ എന്നാണ്. പെപ്പ ചത്തുപോയതിന് ശേഷം ഇതൊറ്റയ്ക്കായി. ലാസ്റ്റ് ഞാൻ എന്താ ഇത് ഒന്നും കൂടെ വാങ്ങിച്ചിടാൻ നല്ലത്, പക്ഷെ വാങ്ങിച്ചിടാൻ പറ്റിയില്ല. മാമൻ ഇനി എന്നെ വാങ്ങിച്ചോളൂ. ഇപ്പം ഇനി വാങ്ങിച്ചിടും. ഇപ്പം ഞാനിപ്പം ഇതാ ബ്രൂണോ ദോ അവിടെ ഇരിക്കുന്നു. എന്തരാ നടക്കുന്നതെന്നോ. അപ്പോൾ നിങ്ങൾ ഒരു സൈക്കിള് കണ്ടോ? സൈക്കിൾ ബാക്ക് ചെയ്തിരിക്കണം. അതിന് ഇരട്ടിയിലെടുക്കാൻ ഭയങ്കര മോഹങ്ങളാണെങ്കിൽ അതാണ്ട് ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഹായ് പറ, ഹായ് പറ. അതാണ് എൻ്റെ അമ്മ. എന്ത് കുഴപ്പമൊന്നുമില്ല, അവൻ ട്യൂഷന് പിള്ളേരാണ് കേട്ടോ. അവനെ ഞാൻ കഴിഞ്ഞ വീഡിയോ മുമ്പേ ലാസ്റ്റ് അങ്ങനെ അങ്ങനെ ഇതൊരു ഹായ് പറമ്മ. അമ്മ ഇതൊരു ഹായ് പറമ്മ, ഹായ് പറമ്മ, ഹായ് പറയമ്മ, അമ്മ ഹായ് പറ. ഗൈസ് ഇതാണ് എൻ്റെ അമ്മ. അവന് ഞാൻ മുമ്പേ ആദ്യത്തെ ലോങ് വീഡിയോ പാർട്ടിൽ ഇതാണ് എൻ്റെ അമ്മ പ്രീതി ജിജി. എൻ്റെ അപ്പൂപ്പൻ്റെ പേര് ഗോപിനാഥൻ നായർ, എൻ്റെ അമ്മൂമ്മയുടെ പേര് ഗീതാ നായർ. എൻ്റെ മാമ ഉണ്ട്, മാമൻ്റെ പേര് പ്രീതി, പ്രീതിയല്ല സോറി ഇത് പ്രവീൺ. നമ്മൾ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചെടുക്കാം. ഇത് കാണിക്കാൻ യൂട്യൂബേഴ്സ് ഗൈസ്, ഇതുകൊണ്ട് ഇതൊരു കാര്യമാണ് കാണിച്ചത്. ഗൈസ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നേക്കണത് ഇതൊരു പേനയാണ് ഗൈസ്. അപ്പം ഇത് എഴുതിയാൽ തെളിയൂല, പക്ഷേ ഈ ലൈറ്റ് വെച്ച് നോക്കുമ്പം ഇതെന്തുവാ ഗ്ലോ. ഇത് ഞാൻ സത്യമാണ് അറിയണ, കള്ളമല്ല. അപ്പം ഞാൻ കാണിച്ചു കയ്യിലെഴുതുവാണേ, കാണുന്നുണ്ടേ. ലൈറ്റ് കത്തിക്കണേ, കത്തിച്ചുകൊണ്ടോ ഗൈസ്, കണ്ടോ ഗൈസ് വട്ടം പോലെ. ഇതാണ് ഞാൻ വരച്ചത്, മുമ്പേ ഇത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതും ഉണ്ടായിരുന്നേ, പിന്നെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ ഒരു കവാലി സ്റ്റിക്കർ ഉണ്ട്, ഞാൻ കാണിച്ചത്. അത് 66 എണ്ണം ഉണ്ട്. പാക്കറ്റ് ഒരു 10 എണ്ണം അങ്ങനെ കാണിച്ചത്. ഇതാണ് അപ്പം എൻ്റെ കവാലി സ്റ്റിക്കർ. കുറേ ഉണ്ട് ഗൈസ്. ഇതൊന്നും എടുക്കാതെ വെച്ചേക്കും, കാരണം മനസ്സിലായി ഇത് എന്നാണ് വാങ്ങിച്ചത്, ഇന്നേ തീർത്ത് വെച്ചാൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഗൈസ് ബേബ്ലേഡ് കണ്ടില്ലല്ലോ എൻ്റെ, ഞാൻ കാണിച്ചുതരാം. വെയിറ്റ് പ്ലീസ്, എൻ്റെ കൂടെ വരൂ. അതെ നിങ്ങളെൻ്റെ വരൂ. ലെറ്റ്സ് ഗോ ടു ദി ബേബ്ലേഡ് സെക്ഷൻ. നിങ്ങൾക്ക് എടുത്ത് വെച്ച് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു. ഇതെൻ്റെ ഫൈറ്ററാണ് ഗൈസ്, അതിൻ്റെ പേര് മെർലിൻ. ഞാൻ ഷാർക്ക് കാണിച്ചു തരാം. ഞാൻ ഇതെൻ്റെ ക്ലാസ് സ്കൂളിൽ സയൻസ് എക്സിബിഷൻ ആയിരുന്നു. അതുകൊണ്ട് നമ്മളെ സ്കൂളിൽ CBSE
അതുകൊണ്ട് മീൻ വിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 2 ഷാർക്ക് വാങ്ങിച്ചു. 15 രൂപയാണ് ഒരു പീസിന്. അങ്ങനെ ഞാൻ 25 രൂപ കൊടുത്തിട്ട് 2 വാങ്ങിച്ചു. ഓ അടക്കണല്ലേ നമ്മളാ ഷാർക്ക് ഓണണ്ട. പേര് ഞാൻ പറഞ്ഞുതരാം. ബ്ലേസ് ആൻഡ് വോൾട്ട്. ബ്ലേസും വോൾട്ടും. അപ്പം ഇതെന്ന് പറയുന്നത് നല്ല ഷാർക്കാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് എത്ര ദിവസമായി? കുറേ ദിവസമായി കാണും ഗൈസ്. അപ്പം ഇത് ബ്രൂണോയ്ക്ക് വേണമെന്ന് ഗൈസ്. ഞാൻ എൻ്റെ ബ്രൂണോയ്ക്ക് വേണ്ടി ഇത് വാങ്ങിച്ചു. ഇത് ഞാൻ എൻ്റെ മാമയോട് പറഞ്ഞ് മാമ എനിക്ക് വാങ്ങിച്ചു. അങ്ങനെ ഇത് പട്ടിക്കുള്ള സ്റ്റാൻഡാണേ. ഇവിടെ വാട്ടർ വയ്ക്കാൻ പറ്റും, ഇവിടെ ഫുഡ് വയ്ക്കാൻ പറ്റും. ഫുഡിൻ്റെ പാത്രം അകത്താണ്. ഫുഡിൻ്റെ പാത്രം ഇത് ഫുഡ് വയ്ക്കാനുള്ളത്. പക്ഷേ ഇത് ഫുഡ് വയ്ക്കാനുള്ളത് ഫുഡിൻ്റെ പാത്രം അകത്താണ് ഇരിക്കണം. അങ്ങനെ ഇവന് ഈ പഞ്ഞിയോ ഇതെൻ്റെ അമ്മയുടെ പഴയ പേഴ്സ് വേണ്ട. പിന്നെ ഞാൻ വാങ്ങിച്ചൊരു കുണായ ഉണ്ടായിരുന്നേ. ഇതെന്തിനാണെന്ന് അറിയാമോ? ഇതിങ്ങനെ വെച്ചിട്ട് കയറ്റിയിട്ട് വലിച്ചു. പിന്നെ ഞാൻ കുണായിക്കെട്ട് വാങ്ങിച്ചേനെ. അതിനകത്ത് ഹെഡ് ബാൻഡ് ഉണ്ടായിരുന്നു, ഒരു കുണായി ഉണ്ടായിരുന്നു, മിനാട്ടോ കുണായി, പിന്നെ ആ സ്റ്റാറുള്ള ശരിക്കും. അതിലൂടെ കിട്ടിയ സ്റ്റിക്കേഴ്സ് തന്നെ വേണം. പിന്നെ ഞാൻ മുട്ടായി വാങ്ങിച്ചു. മുട്ടായിലൂടെ കിട്ടിയതാണ് സ്പിന്നിങ്. കാണിച്ചു തരാം. എനിക്ക് ഈ പേര് കിട്ടും. സത്യമാണ് പറയാം. 5 കിട്ടിയ 5ാമത്തെ ഡേയ്സാണ് നമുക്ക് കിട്ടിയത് ഗൈസ്. പിന്നെ വേറെന്തോ കളിക്കണമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ വീട്. അപ്പം എൻ്റെ അനിമൽസിനെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ സൈക്കിൾ ഓട്ടാൻ പോയി. ഒരു ദിവസം ഞാൻ സൈക്കിൾ ഓട്ടിച്ച് എൻ്റെ വീടിൻ്റെ ഗേറിൻ്റെ സൈക്കിൾ ഓടിച്ച് പകുതിയായി. എന്നുവെച്ചാൽ ഓടിച്ച് നല്ല സ്പീഡ് ഓടിച്ചുകൊണ്ടിരുന്നു. ഞാൻ എന്തൊരു മതിയായി. പിന്നെ ഞാൻ നിർത്തി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ നിർത്തി വെച്ച് വീണ്ടും ഓട്ടിച്ചു. ഓക്കെ. ഇപ്പം രാത്രിയാണേ. എൻ്റെ മുമ്പിൽ കൂടെ എന്തോ പാസ് ചെയ്തു. അതൊരു ആളായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ഏതോ ഒരു മാമൻ, അതായത് വലിയ മാമൻ. എന്നിട്ട് ഞാൻ മാമനെ ചോദിച്ചു, മാമ അവിടെ പോകാം. മാമ ചോദിക്കുക എൻ്റെ ബാക്കിൽ പ്രേതം. അപ്പം ബൈ ഗൈസ്. അത് നമുക്ക് പാർട്ട് 3 കാണാം. ബൈ.